നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് മാഷിനോടും കമലയോടും ഒക്കെ ആയിട്ട് വിശ്വ കാര്യങ്ങൾ പറയണ അതേ ആ എസ് സാബുവിനെ ആരോ തല്ലി ചതച്ചിട്ടുണ്ട്, അത് വിക്രമാണെന്ന് നാട്ടുകാരൊക്കെ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതെങ്ങനെയാ സംഭവിക്കുന്നേ? പോലീസ് അവനെ തേടിക്കൊണ്ടിരിക്കുമല്ലേ, പോരാത്തിന് ബാസവന്റെ ആൾക്കാരും. അവന് പുറത്തിറങ്ങി അങ്ങനെ ഒരു കാര്യം ചെയ്യാണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അത് കേട്ടൻ വിശ്വം പറഞ്ഞു, അതെ എനിക്കും അത്രയ്ക്ക് വിശ്വാസമൊന്നും വന്നിട്ടില്ല, പക്ഷെ നാട്ടുകാർ തർപ്പിച്ച് പറയണത് അവനെന്നാ പറയണേ. അപ്പോഴേക്കും കമൽ പറഞ്ഞു, ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ്റെ തലയിലേക്ക് അടുത്ത കുറ്റം കൂടെ കെട്ടിവെക്കാനായിട്ടാ ഓരോരുത്തർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൂടെ എൻ്റെ മോനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാ. എൻ്റെ മോൻ അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രീജ പറഞ്ഞു, അതിനിപ്പം വിക്രം ചില കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണത്തില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വിശ്വൻ ചോദിച്ചു, എന്താ ശ്രീജ നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ വിശ്വേട്ടാ, പോലീസ് സ്റ്റേഷനിലേക്ക് അച്ഛനെ നിങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയില്ലേ, ആ എസ് സാബു അവിടെ കൊണ്ടേ തല്ലി ചതച്ചില്ലേ, ഒരു പക്ഷെ ആ കാര്യങ്ങളൊക്കെ വിക്രം അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ല, അവനത് എങ്ങനെ അറിയാനാന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, ഞാൻ വേദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം. വേദയോട് പറഞ്ഞെന്നോ എന്ന് കമല ചോദിച്ചു. അതെ, ഒരു പക്ഷേങ്കിൽ നാളെ ഇനി വീണ്ടും ഇങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് വേദയോട് പറഞ്ഞതാ. ആ സമയം മാഷ് പറഞ്ഞു, വേദയോട് പറഞ്ഞുകൊണ്ട് എന്താ? വേദയോട് പറഞ്ഞെന്നും വെച്ചോണ്ട് അത് വിക്രം അറിയേണ്ട ആവശ്യമില്ലോ എന്ന് പറഞ്ഞു. ശ്രീജ പറഞ്ഞു, അത് ശരിയാ, വിക്രം എങ്ങനെ അറിയാനായിട്ടാ? വിക്രം അറിയാനും പോകുന്നില്ലോ എന്ന് പറഞ്ഞു. ആ സമയം കമല പറഞ്ഞു, ഇതെനിക്കറിയാം, മനഃപൂർവ്വം എൻ്റെ മോൻ്റെ തല കുറ്റം കെട്ടിവെക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ എസ് സാബും കൂട്ടരും, അതെന്താണെന്ന് നടക്കില്ല. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ ചെളിക്കുണ്ടിലേക്ക് തന്നെ പോകുന്നൊരു പേടി എനിക്കുണ്ടെന്ന് പറഞ്ഞു. വിശ്വം പറഞ്ഞു, അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. ആ സമയം ശ്രീജി പറഞ്ഞു, ഇനി ഈ പരിസരത്ത് പ്രദേശങ്ങളിൽ എങ്ങനെയും അവനുണ്ടായിരിക്കുക വിക്രം, അങ്ങനെ വിക്രം കാര്യങ്ങളൊക്കെ അറിഞ്ഞാണോ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ? മാഷ് പറഞ്ഞു, അങ്ങനെ ഉണ്ടാകാൻ ഒരു വഴിയില്ല, കാരണം അവന് നമ്മുടെ മൂക്കും തുമ്പത്തും ഒന്ന് ഒളിച്ചിരിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഈ വീട്ടിലേക്ക് വരാതിരിക്കില്ല, അവൻ വേറെ എവിടെയോ ആണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് എന്നൊക്കെ മാഷും പറഞ്ഞു. ഇതേ സമയത്ത് ശ്രീനിവാസന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ആ സമയത്താണ് സുധ ചായയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ശ്രീനിവാസൻ കോൾ എടുത്തു. ആണോ? എന്നിട്ട് അയാൾ എന്ത് പറയണോ? ഓ അങ്ങനെയാണല്ലേ, അപ്പൊ ആക്സിഡന്റ് അല്ലെന്നാണോ പറയണേ? ആ ശരി ശരി എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. എന്താ ശ്രീനേട്ടാന്ന് ചോദിച്ചു. അതെ, ആ എസ് സാബുവിനെ ഹരണ്ടൊക്കെ തല്ലി ചതച്ചെന്നോ? ആക്സിഡന്റ് ആണെന്നാണ് ആദ്യം കരുതിയത്, പക്ഷെ ആക്സിഡന്റ് അല്ല, ആരോ തല്ലി ചതച്ചാന്നാ പറയണേ. എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിക്രമായിരിക്കും. വിക്രമോ? അതിന് അവൻ ഒളിവിലല്ലേന്ന് ചോദിച്ചു. എടി സുധേ, ഇത്ര ധൈര്യത്തോടെ എസ് സാബുവിനെ നേരിടണമെങ്കിൽ അത് വിക്രമായിരിക്കും. അവൻ ഈ പരിസരത്ത് എവിടെയൊക്കെ ഉണ്ട്, അവന് വാസവും പിടികൂടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ശ്രീനിവാസൻ ഭയങ്കര സന്തോഷത്തോടുകൂടി പറയണം. അതേ സമയത്ത് വിക്രത്തിന് കുടിക്കാൻ കുറച്ച് കഞ്ഞിയൊക്കെ വേദ കൊണ്ടേ കൊടുത്തു. വിക്രം അങ്ങനെ ഇടത് കൈകൊണ്ട് സ്പൂണിൽ കോരി കുടിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു, ഞാൻ വാരിത്തരാന്ന് പറഞ്ഞു. വേണ്ട എന്ന് പറയണ. അതെന്താ? അല്ല ഇതൊക്കെ പ്രാക്ടീസ് ആവണല്ലോ. ഓ അത് ശരിയാ, വലത് കൈക്ക് വെട്ടും കുത്തുമൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ പ്രാക്ടീസ് ആവുന്ന നല്ല കാര്യമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, നീ എന്നെ അത്രയ്ക്ക് കളിയാക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ശത്രുക്കളൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് മുൻകൂറൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. വേദ പറഞ്ഞൊരു കാര്യം ചെയ്യുക, ശത്രുക്കൾ അടുത്തേക്ക് വരുന്ന സമയത്തെ ദേഹത്തൊരു സെൻസർ ഘടിപ്പിച്ചാൽ മതി, അപ്പോൾ ആ ശബ്ദം കേട്ട് കഴിയുമ്പോഴത്തേനും മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തൊരു വളിച്ച കോമഡി, വീണ്ടും നീ വളിച്ച കോമഡി അടിക്കാൻ തുടങ്ങിയല്ലേന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, എന്ത് ചെയ്യാനാ വിക്രം, വളിച്ച കോമഡിയൊക്കെ ചില സമയത്ത് അടിക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അല്ല നീ എങ്ങനെ ഒപ്പിച്ച് ഈ കഞ്ഞി? അതെ, ഞാൻ അമ്മയില്ലാത്ത സമയം നോക്കി അടുക്കള കയറി എടുത്താ, അല്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തെങ്കിലും വെച്ചുണ്ടാക്കേണ്ട വന്നേനം. ഭാഗ്യം കൊണ്ട് അമ്മയില്ലായിരുന്നു പറഞ്ഞു. എടി നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഇത്ര റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അതെ വിക്രു, കുറച്ച് റിസ്ക് എടുക്കുമ്പോൾ അതിനകത്തൊരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നല്ല രസമല്ലേന്ന് ചോദിച്ചു. പിന്നെ ആണോന്നോ, എൻ്റെ ദൈവമേ, ഏത് സമയത്താണോ ഞാൻ ഈ തടവറയിൽ പെട്ടുപോയത്. ഓഹോ ഇപ്പം തടവറയല്ലേ? അല്ല വിക്രു ഓർക്കുന്നുണ്ടോ അന്നൊരു ദിവസം അച്ഛനും മനഃപൂർവ്വം അല്ലാതെ ഒരു ദിവസം നമ്മളെ രണ്ടുപേരും മുറിക്കകത്ത് പൂട്ടിയിട്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോയത്? അത് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് മനസ്സിലൊരു കുളിര് കോരി. കാരണം വിക്രത്തിനും അത് സന്തോഷമുള്ളൊരു കാര്യങ്ങൾ തന്നെയായിരുന്നു. അന്ന് കുറേ അടിയും കാര്യമൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. വേദ പറഞ്ഞു, അതുപോലെ തന്നെയായിരിക്കും കുറച്ചാൾ കഴിയുമ്പം ഇന്നത്തെ ഈ മുറിക്കകത്ത് ഈ വാസ്തവത്തെക്കുറിച്ചൊക്കെ വിക്രു കുറച്ച് കഴിയുമ്പോഴത്തേനും ആലോചിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രുവിന് ഇതൊക്കെ ഒരു സന്തോഷമായിട്ട് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കഥയെ മുട്ടുന്ന കേട്ടെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയും വിക്രവും ശരിക്കും ഞെട്ടിപ്പോയി.
പിന്നീട് വേദ പെട്ടെന്ന് തന്നെ വിക്രത്തെ എന്ത് ചെയ്തു പുറത്തേക്കാക്കി. അപ്പോൾ അവിടെ സ്റ്റോർ റൂമുണ്ട്. അങ്ങനെ അവിടേക്ക് പോയിക്കോളാൻ പറഞ്ഞു. വിക്രം അവിടെ പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് വീണ്ടും കഥയെ മുട്ടുകയാണ്. വേദ പോയി കഥ തുറന്നു. ശങ്കരനാരായണ അകത്തേക്ക് കയറി വന്നു. എന്താച്ചാ ഈ സമയത്ത്? അതെന്താ, എനിക്ക് നിന്റെ മുറിയിലേക്ക് വന്നുകൂടെയെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ഇപ്പം ഈ സമയത്ത് വന്നോണ്ട്. അതെ, ഇവിടെ അസ്വാഭാവികമായ കാര്യങ്ങളൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. വേദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി. ദൈവമേ, തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടിയോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു മനസ്സറിയാൻ ഉണ്ടായിരുന്നേ. ആ സമയത്ത് വേദ വെച്ച് എന്താച്ചാ? അല്ല അത് പിന്നെ നീ ഇപ്പം താഴേക്കൊന്നും ഇറങ്ങി വരുന്നില്ല, എപ്പോഴും മുറി അടച്ചിരിക്കുവാന്ന് പറഞ്ഞു. നീ ആ മാഷിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. പിന്നെ നീ ശ്രീനിവാസന്റെ കേസൊക്കെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് തുടങ്ങി, അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഇപ്പം നിനക്ക് വീണ്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നീ എപ്പോഴും മുറി അടച്ചിരിക്കുവാന്നാ നിന്റെ അമ്മയുടെ പരാതി. നീ കോടതിയിലേക്കൊന്നും പോകുന്നില്ല. എന്താ വേദ, കാരണം എന്താന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് പിന്നെ വെച്ചാൽ ആ വരുണിൻ്റെ മരണം, അതിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് അതൊന്ന് വല്ലാത്തൊരു ഷോക്കായി പോയെന്ന് പറഞ്ഞു. നീ ആ വിക്രത്തിന് വേണ്ടി വാദിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, വിക്രം അല്ല അത് ചെയ്തേന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയാ പറഞ്ഞേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, വിക്രത്തിന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നിനക്കറിയത്തില്ലാത്തതുകൊണ്ടാ, അവനൊരു പൊട്ടൻഷ്യൽ ക്രിമിനലാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി, സങ്കടമായിപ്പോയി. ഇതെല്ലാം കേട്ടോണ്ട് വിക്രം പുറത്തും ഉണ്ടായിരുന്നു. നീ ഇനി അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമില്ല. അവൻ എന്താ ഏതാന്നൊക്കെ നീ മനസ്സിലാക്കിയതല്ലേ, അതുകൊണ്ടല്ലേ നീ ആ വീട് വിട്ടു പോകുന്നത്. എത്രയും പെട്ടെന്ന് നീ നിൻ്റെതായ ഒരു ജീവിതത്തിലേക്ക് കിടക്കണം, ജോലിക്ക് പോകണം, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇനിയിപ്പം അവനെ വിട്ടുകള, അവന് വേണ്ടി വാദിക്കാനോ ഒന്നിനും നീ പോകേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞത് കേട്ടല്ലോ. ശരി അച്ഛാന്നൊക്കെ പറഞ്ഞു. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നേന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അങ്ങോട്ട് തിരിയുമ്പോഴാണ് കട്ടിലിനടിയിൽ ആ പാത്രം ഇരിക്കുന്നുണ്ട്, കഞ്ഞിയും പാത്രോടെ. ഇതെന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പെട്ടെന്ന് ഞെട്ടി. വേദ പറഞ്ഞു, അത് ഞാൻ കഞ്ഞി കുടിക്കാൻ എടുത്തോണ്ട് വന്നാന്ന് പറഞ്ഞു. ഇപ്പോൾ വന്ന് നിനക്ക് എല്ലാവരുടെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ പോലും താല്പര്യം ഇല്ലല്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാ ശരിയെന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേ ശരിക്കും ശ്വാസം വീണ വേദയ്ക്ക്. അത്ര സമയം വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അച്ഛൻ ആ കഞ്ഞി കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സംശയം തോന്നുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചോണ്ട് കട്ടിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് അവിടെ വെച്ചത് പോലും. പോയി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമൊക്കെ ആയി. ഇനിയിപ്പം അച്ഛൻ കയറി വരത്തില്ലല്ലോ, ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു വേദയുടെ മനസ്സിൽ. പിന്നീട് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് കുറച്ച് പോലീസുകാർ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. എന്താ സാറേ, വാറണ്ടാന്ന് പറയാണ്. വാറണ്ടോ? അതെ, ആ മാർക്കറ്റ് ലഹളയുടെ കാര്യത്തിൽ അന്വേഷണ ഉത്തരവ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കോടതിയിൽ നിന്ന്. അപ്പം അങ്ങനെയാണല്ലേ. സുധ വന്നിട്ട് ഇതെന്താ അറസ്റ്റ് വാറണ്ട്? അത് അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീനിവാസ സുധയോട്, നീ പേടിക്കേണ്ട സുധ, നീ ആ രാമകൃഷ്ണ വക്കീലിനെ ഒന്ന് വിളിച്ചു പറഞ്ഞേരെ. സാറിന് മോളിൽ നിന്ന് പ്രഷർ ഉണ്ടായി കാണും, ഈ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നില്ലേ. ആയിക്കോട്ടെ, എന്നെ കൊണ്ടുപോയിക്കോളാൻ പറയണം. ശ്രീനിവാസൻ അങ്ങനെ എന്ന് വണ്ടിയിലേക്ക് കയറി. ശ്രീനിവാസന് യാതൊരു കുലുക്കവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ആ സമയം സുധയ്ക്ക് ഭയങ്കര ടെൻഷനായി. സുധ രാമകൃഷ്ണൻ വക്കീലിനെ വിളിക്കാൻ അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജേട്ടൻ ഒരു റേഡിയോ ഒക്കെ നന്നായിക്കൊണ്ട് വീട്ടിലിരിക്കുകയാണ്. അടുത്ത് തന്നെ അനിയൻകുട്ടനുണ്ട്. അപ്പോഴാണ് ജോസഫ് അങ്ങോട്ടേക്ക് വരുന്നത്. ജോസഫ് വന്നിട്ട് ചോദിച്ചു, ആഹാ, മെക്കാനിക്ക് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് പണി തുടങ്ങിയെന്ന് ചോദിച്ചു. അതെ, ഈ റേഡിയോ ഒന്ന് നന്നാക്കി എടുക്കാമെന്ന് ഓർത്താന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. അനിയൻകുട്ടൻ പറഞ്ഞു, കണ്ടില്ലേ എപ്പോഴും രാജേട്ടൻ എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പണിതുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നീട് അനിയൻകുട്ടൻ പറഞ്ഞു, അല്ല വർക്ക്ഷോപ്പിലേക്കൊക്കെ പോകണ്ടേന്ന് ചോദിച്ചു. രാജേട്ടൻ പറഞ്ഞു, ഇപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോയില്ലെങ്കിൽ സാരമില്ല, ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ. അത് കേട്ടപ്പോൾ ജോസഫ് പറഞ്ഞു, അല്ല ഇലക്ഷൻ കഴിയുന്നോടം വരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ? അല്ല ഇനി വർക്ക്ഷോപ്പിലേക്കൊക്കെ പോയില്ലെങ്കിൽ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജേട്ടൻ പറഞ്ഞു, ഇനി ശ്രീനി സാർ ജയിക്കുമല്ലോ ആര് കണ്ടു, അതുപോലത്തുള്ള കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ജോസഫ് ആ കാര്യം പറയുന്നത്, ശ്രീനി സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന്. അറസ്റ്റ് ചെയ്തെന്നോ? അതെ, ആ മാർക്കറ്റിലുള്ള കേസിൽ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്നോ? അങ്ങനെയാണെങ്കിൽ അത് ശ്രീനി സാറിന് ക്ഷീണമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാ, പക്ഷേങ്കിൽ വിക്രം നമ്മുടെ കൺമുന്നിൽ ഇവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ എന്ന് അനിയൻകുട്ടൻ പറയണം. അല്ലെങ്കിൽ ആ SI സാബുവിനെ ആരും പഞ്ഞിക്കെടുത്തില്ലോ, അത് അവൻ തന്നെയായിരിക്കും. പക്ഷെ ജോസഫിന് പറയാൻ പറ്റില്ലല്ലോ വിക്രം എവിടെയുള്ളതെന്നുള്ള കാര്യം, വേദയുടെ കൂടെയാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായി. ശരിയാത്തില്ലെന്നറിയാം, ഒരു കാരണവശാലും പറയരുന്ന് വേദ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇഷിത വേദയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ പത്മം ചെന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോൾ പത്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആളെ. ആ സമയം ഇഷിത ചോദിച്ചു, എന്നെ മനസ്സിലായ ആൻറ്റീന്ന് ചോദിച്ചു. അല്ല, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇഷിത, ഞാൻ വേദയുടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന
ഓ ഇപ്പം മനസ്സിലായി, ഡോക്ടർ ഇഷിതയല്ലേ? അതെ, ഇപ്പം ഞാൻ പീഡിയാട്രീഷ്യനാന്ന് പറയണം. മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പിന്നീട് ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു. വാ മോളെ കയറി വാ. അല്ല എന്താ വിശേഷം? ഞാൻ വേദയെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അല്ല വേദയുടെ മുറി ആ പഴയ മുറി തന്നെയാണോ എന്ന് ചോദിച്ചു. അതെ ഇപ്പോഴും അതൊക്കെ തന്നെയാന്ന് പറഞ്ഞു. എങ്കിൽ ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ദീപ്തി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഇഷിത അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം ദീപ്തി വെച്ചത് ആരാ? അതെ ഫ്രണ്ടാന്ന് പറഞ്ഞു. വേദയുടെ ഫ്രണ്ടോ? അതെ, എനിക്ക് ആദ്യം ആ കുട്ടീനെ കണ്ടും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടാണ് കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നേ. അതെ ആ കുട്ടി കല്യാണം കഴിച്ചിരിക്കുന്ന നമ്മുടെ ശ്രീകാന്തില്ലേ, ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ബിസിനസ്മാനാണ്, അയാളെയാന്ന് പറഞ്ഞു. അല്ല ഇവരുടെ കല്യാണം ആദ്യം ഒന്നും കണ്ട് കഴിഞ്ഞല്ലേന്ന് ചോദിച്ചു. അതെ കല്യാണം ആദ്യം ഒന്ന് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ താരയുടെ സമയത്ത് ഈ കുട്ടി തലയിറങ്ങി വീഴുകയോ മറ്റോ ചെയ്തു, കുട്ടികളുണ്ടായില്ലെന്നും പറഞ്ഞുകൊണ്ട് അന്ന് ആ കല്യാണം മുടങ്ങിപ്പോയി ചെയ്തു. പിന്നീട് ഇപ്പോഴാണ് ശ്രീകാന്തിൻ്റെ ആ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചിരിക്കണമെന്ന് പറഞ്ഞു, ബിസിനസ്മാനെ. ഓ അങ്ങനെയാണല്ലേ. അമ്മയ്ക്ക് ആ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ, പക്ഷെ ആളെ കണ്ടപ്പോൾ അങ്ങോട്ട് മനസ്സിലായില്ലല്ലേന്ന് ചോദിച്ചു. ഒന്ന് പോടി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കളിയാക്കി പറഞ്ഞിട്ട് ജ്യൂസ് എടുക്കാനൊക്കെ ആയിട്ട് നേരെ പത്മ അടുക്കളയിലേക്ക് പോയി. ദീപ്തി ഇങ്ങനെയൊന്ന് ആലോചിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത മുറിയിലേക്ക് കയറി ചെന്നു കഴിഞ്ഞിട്ട് വിക്രത്തോട് പറഞ്ഞതേ മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യാം, കാലും കൂടി വെക്കാൻ പറഞ്ഞു. അങ്ങനെ കാല് കാണിച്ചു കഴിഞ്ഞിട്ട് മുറിവൊക്കെ ഒന്ന് നോക്കി. പിന്നെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇഷിത പറഞ്ഞു, വേറെ ഇതിനകത്ത് മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് കൃത്യമായിട്ട് ചെയ്യണം, പിന്നെ കാല് നനയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അതുകൊണ്ട് നേരെ ചുമന്ന് കുളിക്കാൻ പോലും പറ്റുന്നില്ല ഡോക്ടറെ. ആ സമയത്ത് ഇഷിത പറഞ്ഞു, അതിന് കാലൊരു പ്ലാസ്റ്റിക് കൂടെ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ കുളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ സമയം വേദ പറഞ്ഞു, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ എന്തേലും ചെയ്യിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇഷിത പറഞ്ഞു, അല്ല ആ ശ്രീനിവാസന്റെ കേസില്ലേ, അത് വേദയല്ലായിരുന്നു എടുത്തതെന്ന് ചോദിച്ചു. ആ മാർക്കറ്റിലുള്ള കേസ്. ആ അതെ, അതിനകത്ത് എന്താണെങ്കിലും ശ്രീനിവാസൻ പെടൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല അതിനകത്ത് വിക്രത്തിന്റെ പേരും കണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ വിക്രത്തിന്റെ പേരും ഉണ്ടോ? ഇതൊക്കെ ഞാൻ മുമ്പേ ഊഹിച്ച കാര്യമെന്ന് വേദ വിക്രത്തോട് പറയണം. അത് കേട്ടം വിക്രം പറഞ്ഞു, നീ അങ്ങനെ ഓരോന്നും ഊഹിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഒച്ചപ്പാടുണ്ടാക്കുവാണ്. ഈ സമയം താനെന്ന് ദീപ്തി ആ ഒച്ച കേൾക്കുവാണ്, വിക്രത്തിന്റെ സൗണ്ട് കേൾക്കുവാണ്. ദീപ്തിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.